ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. താൻ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അതൊക്കെ സത്യമാവണമെന്നുണ്ടോ? പക്ഷേ അവന്തിയെടുത്ത് പറയുന്നത് കേൾക്കുമ്പോ എല്ലാവർക്കും അതിൽ സത്യം ഉണ്ടെന്ന് തോന്നില്ലേ? എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ എല്ലാ കുറ്റവും എന്റെ മേലടിച്ചേൽപ്പിക്കുക. എടോ, അവന്തിയുടെ സ്വഭാവം തനിക്ക് അറിയാലോ. ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അവര്. എല്ലാ കാര്യത്തിലും തനിക്ക് ഈ വീട്ടിൽ കിട്ടുന്ന സ്ഥാനം, അച്ഛൻ തനിക്ക് തരുന്ന പ്രത്യേക സ്നേഹം, ഈ വീടിന്റെ നന്മയ്ക്കായുള്ള തന്റെ ഓരോ ഇടപെടലുകളും അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നെ അവന്തിയെടുത്തിയാ തന്റെ മുമ്പിൽ തോൽക്കുന്നേ. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ തന്നോടുള്ള പകയും വിദ്വേഷവും വളരെ വലുതാണ്. കിട്ടിയ അവസരത്തിൽ അവരത് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. എന്ന് കരുതി നമ്മുടെ കുഞ്ഞിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പവും വരില്ല. നമ്മുടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് അവര് പറഞ്ഞ ആര് വിശ്വസിക്കാനാ? ആരും വിശ്വസിക്കില്ല. പക്ഷേ എല്ലാവരുടെ ഉള്ളിൽ സംശയത്തിന്റെ ഒരു തീപ്പൊരി വീഴ്ത്താൻ അത് പോരെ സച്ചേട്ടാ? സാധാരണ മനുഷ്യരുടെ എല്ലാം ജീവിതം വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാ. ഈ ജാതകദോഷം എന്നൊക്കെ പറയുന്നതും അത്തരം ഒരു വിശ്വാസമാണ്. അതൊരു മാരകമായ വിഷം പോലെയാ. കുഞ്ഞു നഷ്ടപ്പെട്ട വേദനയിലിരിക്കുന്ന സ്നേഹയുടെ ഉള്ളിൽ വിഷം കുത്തിയിറക്കാൻ ഇതൊക്കെ പോരെ? എല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. താൻ അതൊക്കെ മനസ്സിൽ നിന്ന് വിട്ടേക്ക്. എന്നിട്ട് വരാനിരിക്കുന്ന നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് മാത്രം ആലോചിക്കേ. അല്ലാതെ അവന്തികടത്തിയോട് വെറുതെ വഴക്കിന് പോയിട്ട് ഒരു ഗുണവുമില്ല. എടോ, വെളുത്തതെല്ലാം പാലല്ലെന്ന് പറയുന്ന പോലെ നമ്മളൊന്നും കരുതുന്ന പോലല്ല അവരെന്ന് നമുക്കറിയാം. നെഗറ്റീവ് എനർജിയുടെ കൂടാരമാണ് ആ സ്ത്രീ. അവരോട് സംസാരിച്ചാൽ പോലും നമ്മൾ നെഗറ്റീവ് ആവും. എടോ, താനെന്തിനിങ്ങനെ സങ്കടപ്പെടുന്നേ? തന്റെ കൂടെ ഞാനില്ലേ? ഹലോ, താനെന്തേ പറയുന്നേ? സത്യമാണോ? നിങ്ങളിപ്പോ എവിടെ ഉള്ള? ആ ശരി, ഞങ്ങൾ ഉടനെ എത്താം. സച്ചേട്ടാ, എന്താ സച്ചേട്ടാ? നന്ദേട്ടനെ ആരോ കൊല്ലാൻ ശ്രമിച്ചു.